കോൺഗ്രസ് അധികാരത്തിലേറി അന്ന് മുതൽ അഴിച്ചുപണികളാണ്. ഒരു സർക്കാർ നടത്തുന്ന അഴിച്ചുപണികളൊക്കെ നല്ലതല്ലേ എന്ന് ആലോചിക്കാൻ വരട്ടെ. ഒരു സംവിധാനത്തിന്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികളെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പിരിച്ചുവിട്ടും സ്ഥലം മാറ്റിയുമാണ് അഴിച്ചുപണി എന്നതാണ് പ്രശ്നം. മര്യാദയ്ക്ക് പണിയെടുക്കുന്നവരെ പിരിച്ചുവിടുന്നതിന് പുറമെ സർക്കാർ തസ്തികകളിൽ ബന്ധുക്കളെ കുത്തി നിറയ്ക്കുന്ന കലാപരിപാടിയുണ്ട്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സ്വന്തം അളിയനെ തന്നെ തീരുമാനിച്ചത് നമ്മളെല്ലാം അറിഞ്ഞതല്ലേ. പോരാഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച കെ കരുണാകരൻ സ്മാരക മെഡിക്കൽ കോളേജിൽ നോഡൽ ഓഫീസർ തസ്തികയിൽ KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവിയുടെ സഹോദരിയെയാണ് ചട്ടവിരുദ്ധമായി നിയമിച്ചിരുന്നത്. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗം മേധാവിയും മെഡിക്കൽ സർവകലാശാല ഡീനുമാണ്. നിയമപ്രകാരം ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഹാജർ രേഖപ്പെടുത്തേണ്ടത്. ഈ ബന്ധു നിയമനം കാരണം ആശുപത്രിയിൽ സർജിക്കൽ സ്ലൈഡ്, പോസ്റ്റ്മോർട്ടം സ്ലൈഡ് എന്നിവ തയ്യാറാക്കാനുള്ള ചുമതലയുള്ള പത്തോളജി വിഭാഗത്തിന് മേധാവി ഇല്ലാതെയായി. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസും തടസ്സപ്പെടും. സർക്കാർ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജിൽ പുതിയ നോഡൽ ഓഫീസറായി സാധാരണ അതത് ജില്ലയിലെ സീനിയർ ഡോക്ടർമാരെയാണ് പരിഗണിക്കുന്നത്. തസ്തികയിൽ പ്രൊഫസർമാരെ നിയമിക്കാൻ നിശ്ചയിച്ചാലും അതേ ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ സീനിയർ ഫാക്കൽറ്റിക്കാണ് നിയമനം നൽകുന്നത്. നാട്ടിലെ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിപ്പറത്തി സംവിധാനങ്ങളെയും താറുമാറാക്കി ഇങ്ങനെ ബന്ധു നിയമനം നടത്താനുള്ള തൊലിക്കട്ടി തന്നെ ആദ്യം സമ്മതിക്കണം. ഇത് ആരോഗ്യവകുപ്പിന്റെ മാത്രം കാര്യമാണ്, മറ്റു വകുപ്പുകളുടെ കാര്യവും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ദിവസം KSRTCയിൽ കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ 200 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇതോടെ അന്തർജില്ലാ സർവീസ് ഉൾപ്പെടെയുള്ള ദിവസേനയുള്ള സർവീസുകളെല്ലാം താറുമാറായി. ജീവനക്കാരുടെ പ്രതിഷേധത്തിന് വഴങ്ങി ഒടുവിൽ തിരിച്ചെടുക്കാം എന്ന് സമ്മതിക്കുകയായിരുന്നു. 6000-ഓളം താൽക്കാലിക ജീവനക്കാർക്ക് 1.5 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഇക്കാരണത്താൽ തന്നെ പലരും ജോലിക്ക് വരുന്നില്ല. പ്രതിഷേധം ശക്തമായതോടെ തിങ്കളാഴ്ച കുടിശ്ശികയുള്ള 7 ദിവസത്തെ ശമ്പളം മാത്രം അനുവദിച്ചു. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഒരു മാസം 12 കോടിയോളം രൂപ വേണം. എന്നാൽ ഇതുവരെ 3 കോടിയോളം രൂപയെ അനുവദിച്ചിട്ടുള്ളൂ. കൂടാതെ പ്രിയദർശിനി പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഭാഗമായി വരുമാനമില്ലാതെ ഓടുന്ന ബസ്സുകളും കൂടിയായപ്പോൾ KSRTC തകർച്ചയിലേക്ക് പോകും എന്ന ആശങ്കയുമുണ്ട്. ഒരു സർക്കാരിന്റെയും സംവിധാനത്തിന്റെയും നടത്തിപ്പിന് ദിശാബോധം ആവശ്യമാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോൺഗ്രസിന്റെ ഇത്തരം അഴിച്ചുപണികളും പദ്ധതികളും അതിന്റെ നടത്തിപ്പുകളും.